ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ ഇതിൻ്റെ ഐറ്റത്തിന് നമ്മളിന്ന് പേരിട്ടിട്ടില്ല കേട്ടോ. പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടല്ലോ, ഗോതമ്പപ്പൊടി കൊണ്ട് അല്ലെങ്കിൽ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി മാവ്, അതിലേക്ക് കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രൂപത്തിൽ. പിന്നെ അതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പണി. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നത് കുറച്ച് സമയം പിടിക്കും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഈ ബോൾസ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിലൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ, കുറച്ച് ടൈം എടുക്കുന്ന പണി. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ നമ്മൾ അത് ആദ്യം തന്നെ ചിരകി വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ട് ചിരകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തേങ്ങ, കുറച്ച് ഇതുപോലെ ചപ്പാത്തി മാവ്, കുറച്ച് പഞ്ചസാര മാത്രം മതി. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് അതിലൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. നമ്മൾ പായസത്തിനൊക്കെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കില്ല, അതുപോലെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഓരോരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത് ഒട്ടി പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട. നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് വേറെ ആയിട്ട് കിട്ടും കേട്ടോ. അത് നന്നായിട്ട് വേവിച്ചെടുക്കട്ടോ. കുറച്ചൊരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതൊരു 90%, ഒരു 80% വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങ, കുറച്ച് തേങ്ങ മതി, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് തേങ്ങ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് അതിൻ്റെ വെള്ളം ഒന്ന് എന്താ പറയുക, ഒരു നല്ല ടൈറ്റായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയൊരു സ്നാക്ക് ഐറ്റമാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യണേ.